ഈ കുറച്ച് നാൾ പഠിപ്പിക്കാൻ പോയതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ എന്നും സാരി ഉടുത്ത പോയായിരുന്നു. അതുകൊണ്ട് സാരി ഡ്രൈപ്പിങ്ങിന് എനിക്കിപ്പോൾ വേറെ ആളുടെ സഹായം വേണ്ടി വരാറില്ല. ഇപ്പം വന്നത് എൻ്റെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യാനായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഇത് ഷാൻജൻ്റെ കസിനാണ്. ആൽജോന്റെ മാരേജ് റിസപ്ഷൻ ആയിരുന്നു. ഞാൻ ഇന്ന് സ്റ്റേജിൽ കയറി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കുറച്ച് കഥാകളി കഥാപ്രസംഗം അവിടെ അരങ്ങേറാനുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായി തീർത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ആങ്കറിങ് പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷന് വേണ്ടിയിട്ടാണ്. മാരേജ് റിസപ്ഷൻ അല്ല, ബെട്രോത്തൽ. അങ്ങനെ വണ്ടി എടുത്ത് നേരെ പോയത് ചാക്കോളാസ് പെവലിയനിലോട്ടാണ്. അവിടെ എഫ്ലിൻ്റെ ബെട്രോത്തൽ പരിപാടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയാൽ കല്യാണമല്ല മനസ്സമ്മതം, അതിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ കാണുമല്ലോ. എൻ്റെ കൂടെ ബി.എഡിന് പഠിച്ചവരാണ് കേട്ടോ ഇവരെല്ലാവരും. ഇവരെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി പരിസരബോധം മറന്നുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു, ഓളിയിടുന്നു, ബഹളം അടിക്കുന്നു. ഞാൻ പെട്ടെന്ന് കോളേജിലെത്തിയ ഓർമ്മയാണ് എനിക്ക് ഇവരെല്ലാവരെയും കണ്ടപ്പോൾ തോന്നിയത്. കാലത്ത് തന്നെ കോളേജിലേക്ക് കയറി വരുമ്പോൾ ഡെസ്കുമേയും ബെഞ്ചുമൊക്കെ ആയിട്ട് ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അതേപോലെ ഒരു ഫീലാണ് ഞങ്ങൾക്ക് അവിടെ. വീണ്ടും ഞങ്ങളത് റീക്രിയേറ്റ് ചെയ്തു. ആ സന്തോഷമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത്. സ്റ്റേജിൻ്റെ മുകളിൽ കയറുന്നിട്ടും അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ടും ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് കൂട്ടം കൂടി സംസാരിച്ചപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ധൃതി കൂട്ടുന്നുണ്ടായിരുന്നു, കഴിഞ്ഞെങ്കിൽ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നേരെ ദാസിലോട്ട് പോയി. അവിടെ ഞാൻ ചെന്നപ്പോഴേക്കും മണവാട്ടി മന്ത്രോടെയൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരെ വീട്ടിലേക്കൊക്കെ കയറ്റി കഴിഞ്ഞ് ഇന്നലത്തെ പരിപാടി അങ്ങനെ അതോടുകൂടി കഴിഞ്ഞു.